ജീവിതത്തിൽ തുടരെ തുടരെ ഉണ്ടാകുന്ന കഠിനമായ വേദനകൾ, തീവ്രമായ വേദന ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ നമ്മളുടെ മനസ്സിനെ ഫ്രീസാക്കുന്നു അല്ലെങ്കിൽ നമ്പാക്കുന്നു. പിന്നെ ഒരു തുള്ളി പോലും സന്തോഷമോ ഒരു തുള്ളി പോലും ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യാത്ത രീതിയിൽ മനസ്സിനെ സ്റ്റക്കാക്കുന്നു. എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് ഒരു കുട്ടി വന്ന് എൻട്രൻസ് പാസ്സായ കുട്ടിയാണ്. നീറ്റ് എൻട്രൻസ് പാസ്സാവുക എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല. ഏറ്റവും കൂടുതൽ സന്തോഷം ആ കുട്ടിയും പേരൻസ് അനുഭവിക്കുന്ന സാഹചര്യമാണ്. കഠിനമായ പഠിത്തത്തിലൂടെ ഹാർഡ് വർക്കിലൂടെ നേടിയ ആ വിജയം. ആ കുട്ടി എൻ്റെ ഫ്രണ്ടിൽ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്ക് ഈ എൻട്രൻസ് പാസ്സായിട്ട് ഒരു തുള്ളി പോലും സന്തോഷം തോന്നുന്നില്ല. എൻ്റെ മനസ്സിൽ മുഴുവൻ അമിതമായ കുറ്റബോധമാണ്. ആ കുട്ടി എൻ്റെ മുമ്പിലിരുന്ന് കരയുകയാണ്. എന്താണ് റീസൺ? അതിൻ്റെ അച്ഛനൊരു പാരനോയിഡ് പേഴ്സണാലിറ്റിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കടുത്ത സംശയരോഗമുള്ള വ്യക്തി. സ്വന്തം അമ്മയുടെ സങ്കടങ്ങൾ, സ്വന്തം അമ്മയുടെ വേദനകൾ, സ്വന്തം അമ്മയുടെ കണ്ണീര് കണ്ട് വളർന്നതാണ് ഈ കുട്ടി. ആ അതിതീവ്രമായ വേദനകളിൽ കൂടെ കടന്നുപോയപ്പോൾ ഈ കുട്ടിക്ക് സന്തോഷം തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കഠിനമായ ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയാണ് ഫോം ചെയ്തിരിക്കുന്നത്. എൻട്രൻസ് എഴുതിയിട്ട് പോകും, MBBSന് അഡ്മിഷൻ കിട്ടിയിട്ട് പോലും സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ കൂടെ നമ്മുടെ ചുറ്റുപാടും എത്ര പേര് കടന്നു പോകുന്നു. ഈ കടന്നു പോകുന്ന വ്യക്തികൾ പോലും തിരിച്ചറിയുന്നില്ല അവരിപ്പോൾ അനുഭവിക്കുന്ന മാനസികമായ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ശാരീരികമായ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ സമൂഹത്തിൽ അവർ പല മേഖലകളിൽ അനുഭവിക്കുന്ന പരാജയങ്ങൾ, ഇതൊക്കെ അവരനുഭവിച്ചിട്ടുള്ള തീവ്രമായിട്ടുള്ള അബ്യൂസാണെന്ന് പോലും തിരിച്ചറിയാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല. ഞാൻ പല വ്യക്തികളോടും അവരുടെ ജീവിതാനുഭവങ്ങൾ എൻ്റെ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് പേരൻസിനോട് സംസാരിക്കാറുണ്ട്, ക്ലയൻസിൻ്റെ ബന്ധുക്കളോട് സംസാരിക്കാറുണ്ട്. പക്ഷേ അവരനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങളൊക്കെ ജസ്റ്റ് ഇതായിരുന്നു ഞങ്ങൾ കടന്നു പോയ വഴികളെന്നേ പറയത്തുള്ളൂ. അത് അവരുടെ ജീവിതത്തെ, അല്ലെങ്കിൽ അത് അവരുടെ കുട്ടികളെ, അല്ലെങ്കിൽ അത് അവരുടെ മാനസികമായ നിലയെ എന്തുമാത്രം അഡ്വേഴ്സായിട്ട് അഫക്റ്റ് ചെയ്യുന്നതെന്ന് തിരിച്ചറിയുന്നില്ല. സോ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചുള്ള അവയർനെസ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾക്ക് ഒരുപാട് കണ്ടീഷൻഡ് ബിലീഫ്സ് ഉള്ള സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഈ വിശ്വാസങ്ങൾ തന്നെയാണ് പലപ്പോഴും പല പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്നത്.